living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Good morning from the Kakasheri's house. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സമയം 6:30. ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. ഇതാണ് മിസ്റ്റർ ജെഫിൻ കാക്കശ്ശേരി. എന്താണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഫൈനൽ സെമസ്റ്റർ ഫസ്റ്റ് ഡേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഹെൽപ്പ് ചെയ്യാൻ വരണുണ്ടോ? ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലൊന്നുമില്ല. എന്താ അങ്ങനെയാണ് ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന കുട്ടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഫണ്ട് മാത്രം എത്തിക്കുക എന്നുള്ളതാണ് ഗാർഡിയൻ്റെ ഉത്തരവാദിത്വം. എന്ത് ബിഗ് ബോസ് ഹൗസാ? ഗുഡ് മോർണിംഗ് സാം. യു ഹാവ് മഷ്റൂം ഹെഡ്. ആരാ ഹെയർ കട്ട് ചെയ്തേ? നന്നായിട്ടുണ്ടോ? അപ്പം സാമിന് രാവിലെ എണീറ്റ ഉടനെ പാല് വേണം. അപ്പം ബ്രഷ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ പാല് റെഡിയാക്കി വെക്കട്ടെ. ഇത് ഞാൻ രാവിലെ സാമ്പാറിനുള്ള പരിപ്പ് ഇന്നലെ തന്നെ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ രാവിലെ സ്റ്റവ് ഓൺ ചെയ്താൽ മാത്രം മതി. സാമിൻ്റെ പാലും സാമ്പാറിനുള്ള പരിപ്പും. ഇത് സാമ്പാർ കഷ്ണങ്ങൾ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണത്. ഈ കാണുന്നത് ഇഡ്ഡലി മാവാണ്. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഓവൻ്റെ അകത്താണ് ഞാൻ വെക്കാറ്. പൊങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഡ്ഡലി മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി സാമിൻ്റെ പാല് കൊടുത്തിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ. സമയപ്പോൾ 7:30. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി റെഡിയാണ്. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ റെഡിയാണ്. സാമ്പാറിനുള്ള തേങ്ങയ്ക്കുള്ള ചട്നിക്കുള്ള തേങ്ങ തണുപ്പ് മാറാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ലഞ്ചിനുള്ള ഗീ റൈസാണ്. അപ്പോൾ എല്ലാം സെറ്റായി. ഇനി ഞാൻ പോയി റെഡി ആവണം. എൻ്റെ ഇവിടെ നമ്മുടെ ഷാം ബേബി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബുക്കും വായിച്ചുകൊണ്ട്. അല്ലേ? സാമ്പാർ വേണോ വെപ്പിച്ച്? അപ്പോൾ ഈ കാണുന്നതൊക്കെ സാമിൻ്റെ ലഞ്ച് ഐറ്റംസ് ആണ്. ഇതിൽ ഇഡ്ഡലി ഉണ്ട്. അവന് ലഞ്ചിന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. റൈസ് വേണം വെച്ചപ്പോൾ റൈസ് വേണ്ട പറഞ്ഞു. ഇതിൽ അവൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് ഓറഞ്ച്, പിന്നെ ഇത് ക്യാരറ്റ്. ഇഡ്ഡലിയുടെ കൂടെ അവന് കഴിക്കാൻ കുറച്ച് പഞ്ചസാര. ഓറഞ്ച്. അപ്പോൾ സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. 8:30 ഞങ്ങൾ എല്ലാം റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സ്കൂൾ ബസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ 10 to 20 minutes ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു, സാമിനെ ഡ്രോപ്പ് ചെയ്തിട്ട്. സോ ആ പ്ലാൻ ക്യാൻസൽ ആയിട്ട് നമ്മുടെ ജെഫിൻ സാർ സാമിനെയും എന്നെയും കോളേജിലും സ്കൂളിലും ഒക്കെ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം എന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഇതാണ് ജെഫിൻ സാർ, മിസ്റ്റർ ബാറ്റ്മാൻ. ഇത് എത്ര ദേഷ്യം ഡ്രൈവറിന്. വിശക്കുണ്ട് അല്ലേ? 8:45. എനിക്ക് നിങ്ങളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം ചെക്കന് ഫുഡ് കൊടുക്കാൻ, എന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ. മരുന്ന് കഴിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സാമിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ കോളേജിൽ പോയിട്ട് ജെഫ് സാർ തിരിച്ച് വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അല്ലേ ഫേ? എത്രാമത്തെ വ്ളോഗിലായി ടീഷർട്ട് വരുന്നത്? വേറെ ഇതിലിട്ടിട്ടുള്ളത് ഇതിന്റെ മുന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അയ്യേ, കുഴപ്പമില്ല. ഇന്ന് ജെഫ് വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് വന്നതല്ലേ. ഓക്കെ, റോഡ് ക്ലോസ്ഡ് അല്ലേ? സ്കൂളിലേക്കുള്ള വഴിയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എങ്ങടാ? വിച്ച് വേ? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓക്കെ. ജെഫിൻ്റെ ഈ പേഴ്സ് 2010 ഖത്തറിലുള്ളപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതാ. ഇപ്പോഴാണ് അത് ഈ ഒരു കൊലമായത്. അപ്പൊ ആലോചിക്ക്, 12 വർഷം. 12 വർഷവും 25 രാജ്യത്തും എത്തിയ പേഴ്സാണത്. ഓൾമോസ്റ്റ് 25 രാജ്യങ്ങളുടെ കറൻസി കൊണ്ടുവരുന്ന, 25 രാജ്യങ്ങളില്ലെങ്കിലും അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കറൻസികൾ കൊണ്ടുവരുന്ന ഒരു പേഴ്സാണ്. ആരാ തന്നത് ജെഫിനെ? എന്റെ ഭാര്യയാണ് തന്നത്. ഇത് ഫെറാരിയുടെ ബ്രാൻഡഡ് പേഴ്സാണ്. അതാണ് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു ഗുണം. എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് 12 വർഷം കഴിഞ്ഞാണ് തീക്കോലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ അതിന്റെ ഒരു ഡ്യൂറബിലിറ്റി. എനിക്ക് 1 മണിക്ക് കഴിയും. നന്നായി. ഈവനിങ് ആണെങ്കിൽ എങ്ങനെ ഈവനിങ്? ശരി. അപ്പോൾ ഞാനിപ്പോൾ കോളേജിലെത്തി. 9:30 ആവണം സമയം. 10 മണിക്കാണ് എൻ്റെ ക്ലാസ്. അരമണിക്കൂർ സമയമുള്ള സമയത്ത് ഞാൻ എൻ്റെ ഓഫീസ് വർക്ക് കുറച്ച് ചെയ്ത് തീർക്കുകയാണ്. സോ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഞാനിപ്പോൾ നേരെ ട്രാം എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനാണ്. വീട്ടിൽ പോയിട്ട് ജെഫയുടെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ജെഫ് പോകും. പിന്നെ എനിക്ക് സാമിനെ പിക്ക് ചെയ്യണ ഡ്യൂട്ടി ഉണ്ട്.
അപ്പോൾ ഇതെൻ്റെ ഫൈനൽ സെമസ്റ്ററാണ്, അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് കോഴ്സ് കഴിയും. കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ജോലിയുടെ കാര്യങ്ങളൊക്കെ ഫൈനൽ സെമസ്റ്റർ ആകുമ്പോൾ ഞാൻ അന്വേഷിച്ച് തുടങ്ങണമെന്നാണ് എല്ലാ പ്രൊഫസർമാരും പറയുന്നത്. അപ്പോൾ നല്ല ശക്തിയായിട്ട് നെറ്റ്വർക്കിംഗ് ഞാനിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. എന്താവുമെന്ന് അറിയില്ല, കാത്തിരുന്ന് കാണാം. ഇന്ന് തിങ്കളാഴ്ച, വെള്ളിയാഴ്ച ബാഗിൽ കയറിയ ലഞ്ച് ബോക്സ് ആണ് ഈ ഇറങ്ങി വരുന്നത്. ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നീ വേണമെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എനിക്കൊരു പ്രശ്നമല്ല. ജെഫന്നെ തിങ്കളാഴ്ച കഴുകി കൊണ്ടേക്കുക, ഡെറ്റോളെ മുക്കി വെക്കത്. സൂപ്പർമാൻ ഓഫീസിൽ പോകണം. എത്ര മണിക്ക് തിരിച്ചെത്തും? 10:15. ഇപ്പൊ സമയം 2 മണിയാവാൻ പോകണം. 2 മണിയാവാൻ 10 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. എത്ര മിനിറ്റ്? 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. 2 മണിക്ക് ഓഫീസിൽ എത്തണം. ഇപ്പൊ ഡാനിയലും ഞാനും കൂടെ സാമിന് ബസ് സ്റ്റോപ്പിൽ പോയി പിക്ക് ചെയ്യണം. ജെഫ് ഓഫീസിൽ പോയി. എൻ്റെ ഈ കോഴ്സ് ഞാനിപ്പോഴേ പറഞ്ഞ പോലെ എനിക്ക് ഓഗസ്റ്റ് വരയ്ക്കുണ്ട്. ഫൈനൽ സെമസ്റ്റർ ഇച്ചിരി കട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ലൈൻ ഇൻട്രാക്ഷനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല പൊരിഞ്ഞ വെയിലാണ് ഇപ്പോൾ. പക്ഷേ ഈ ബസ് വരുന്ന ടൈം വരയ്ക്കും ഡാനി ഇവിടെ അടുത്തൊരു പാർക്കിൽ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കും. സാമ് വന്നാലും പാർക്കിൽ കുറച്ച് നേരം കളിച്ച് ഒന്ന് പൊരിഞ്ഞ് ക്ഷീണിച്ചൊക്കെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇനി വീട്ടിലെത്താൻ 1 മണിക്കൂറുണ്ട്. അതുവരയ്ക്കും ഈ വെയിലിലിരുന്ന് റോസ്റ്റ് ആക്കുകയാണ് ഞങ്ങളുടെ പ്ലാൻ. കുറച്ച് കാലങ്ങളായിട്ട് കൈവിട്ടു പോയ ഒരു ശീലത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ട് കിച്ചൺ ലൈബ്രറി ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ബുക്കും എത്തിയിട്ടുണ്ട്. പഴയതുപോലെ വായിച്ച് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അങ്ങനെ സമയം ഇപ്പോൾ 8:40 സാമും ഡാനും ഉറക്കമായി. ഇനിയിപ്പോൾ ഒരു രാവിലെ ഒരു 7-6 ആ സമയമാകുമ്പോഴേക്കും എണീക്കും. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബുക്കുകൾ വായിക്കുന്ന ഒരു ശീലം നല്ലപോലെ ഉണ്ടായിരുന്നു മുന്നേ. ആഴ്ചയിൽ ഒരു 4-5 ബുക്കൊക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിന് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കിച്ചൺ ലൈബ്രറിയിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തു. അവിടെ മെമ്പർഷിപ്പ് ഫ്രീ ആണ്. നിങ്ങളുടെ ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫോട്ടോ ഐ ഡി കാണിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. 100 ഐറ്റംസ് വരെയും മറ്റ് സെയിം ടൈം നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. കുറേ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് വ്ളോഗ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരുടെ പെർമിഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ എനിക്കത് കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫീസിൻ്റെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റായി. അപ്പോൾ ഫസ്റ്റ് ഡേ കോളേജ് സംഭവബഹുലമൊന്നും ആയിരുന്നില്ല, നോർമലായിരുന്നു. അസൈൻമെൻ്റ് ഒന്നും അധികം കിട്ടിയിട്ടില്ല. പക്ഷെ അടുത്ത ആഴ്ച മുതൽ നല്ല ഇഷ്ടം പോലെ കിട്ടിക്കോളും. പിന്നെ ഇത് ടഫാണെങ്കിലും എൻ്റെ സെയിം ഫീൽഡ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയത് കാരണം ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ലെവലും കൂടി ഉണ്ട്. ഓഗസ്റ്റോടുകൂടെ കോഴ്സ് കഴിയും. അപ്പോൾ ഫൈനൽ കലാശക്കൊട്ടാണ് ഈ സെമിസ്റ്റർ. സോഫാർ ഞാൻ ഹാപ്പിയാണ്. കൊണസ്റ്റോഗ കോളേജിൽ ഞാൻ ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കണം, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണം, എന്തെങ്കിലും ഐഡിയ ഷെയർ ചെയ്യണം, ബ്ലോഗ് കണ്ടന്റ് ഐഡിയ ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നവർക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. രണ്ടിലും ദ കാക്കശ്ശേരീസ് എന്ന് തന്നെയാണ് പേര്. ഞങ്ങൾ ഇതുവരെയും കോൺടാക്ട് ചെയ്തവർക്കൊക്കെ അറിയാം. ഞങ്ങൾ അപ്പോൾ തന്നെ റിപ്ലൈ അയക്കാറുണ്ട്. എന്തെങ്കിലും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഹെൽപ്പ് ചോദിച്ചവർക്ക് ഞങ്ങൾ ഹെൽപ്പ് പറ്റാവുന്നതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പലപ്പോഴും യൂട്യൂബിൽ നമ്മൾ റെഗുലറായിട്ട് കാണുന്നൊരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സജഷൻസിൽ വരാൻ ചാൻസസ് ഉണ്ട്. അതങ്ങനെയാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു വെരി മച്ച്. വീണ്ടും അടുത്ത വാക്കിൽ സന്ധിക്കും വരെ ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരീസ് വ്ലോഗ്.